നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായ ബേക്കറി ജംഗ്ഷനിൽ 30 സെന്റ് ഭൂമിയിൽ തല ഉയർത്തി നിൽക്കുന്ന ആ അത്യാഡംബര മന്ദിരത്തിന് പറയാൻ കഥകൾ ഒരുപാടുണ്ട്. പറഞ്ഞു വരുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വാടക വീടിനെ കുറിച്ചാണ്. വാടക വീട് എന്ന് നമ്മൾ പറയുമ്പോൾ ചെറിയൊരു വീട്, ഒരു 4-5 മുറികളുള്ള ചെറിയൊരു വീടായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, വാടക ബംഗ്ലാവ് എന്ന് വേണം പറയാം. മാസം 50,000 രൂപയിലധികം വാടക കൊടുക്കേണ്ടി വരുന്ന ആ ബംഗ്ലാവിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്ന് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വൻ കൊടുങ്കാറ്റിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ വസതി. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തുകാർക്ക് ഇതൊരു വീടായിരുന്നില്ല. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് ജന്മം നൽകിയ തലസ്ഥാനത്തെ അതിപ്രശസ്തമായ ഒരു പ്രസവ ആശുപത്രിയായിരുന്നു അത്. ബുധനാഴ്ച പുലർച്ചെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഇരച്ചു കയറിയതോടുകൂടി ഏതാണ്ട് 8.5 മണിക്കൂറോളമാണ് ഈ വസതി അതീവ ഉദ്യോഗസ്ഥന്റെ നിഴലിൽ പൂർണ്ണമായും അടഞ്ഞുകിടന്നത്. തിരുവനന്തപുരത്തെ പഴയ തലമുറയ്ക്ക് ഇത് വത്സല നഴ്സിംഗ് ഹോമാണ്. ഈ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കുഞ്ഞമ്മ മത്തായിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ സ്ഥാപനം. അവരുടെ കാലശേഷം മകനായ ഡോക്ടർ റോയിയാണ് ഈ ആശുപത്രി നടത്തിയിരുന്നത്. പണക്കാർക്കും VIP-കൾക്കും വേണ്ടി അന്നത്തെ കാലത്ത് അത്രമേൽ ആഡംബരത്തോടുകൂടി ഒരു 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ പ്രസവ ആശുപത്രി സജ്ജീകരിച്ചിരുന്നത്. അപ്പോഴും സാധാരണക്കാർക്കും ഇവിടെ മതിയായ ചികിത്സ ലഭ്യമായിരുന്നില്ല. കാലാന്തരത്തിൽ ഡോക്ടർ റോയിൽ നിന്നും ഈ കെട്ടിടം പ്രമുഖ ആരോഗ്യ ശൃംഖലയായ നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങി. തുടർന്നാണ് പഴയ ആശുപത്രി കെട്ടിടം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വസതിയായി പുനർനിർമ്മിക്കപ്പെടുന്നത്. 30 സെന്റിൽ പടർന്നു കിടക്കുന്ന 4500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കൊട്ടാര സാദൃശ്യമായ വസതി. സെൻട്രൽ എയർ കണ്ടീഷൻ സംവിധാനമുള്ള 5 കിടപ്പുമുറികൾ, മനോഹരമായ നീന്തൽക്കുളം, വൈകുന്നേരങ്ങളിൽ നടക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ വാക്കിംഗ് വേ എന്നിവയെല്ലാം ഈ വസതിയുടെ ആഡംബരത്തിന്റെ തെളിവുകളാണ്. ഈ നിംസ് ഗ്രൂപ്പിൽ നിന്നാണ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത്. പണ്ട് മനോഹരമായ കുഞ്ഞിക്കരച്ചിലുകൾ ഉയർന്നു കേട്ടിരുന്ന ആ പഴയ വത്സല നഴ്സിംഗ് ഹോമിന്റെ ചുവരുകൾക്കുള്ളിലാണ് ബുധനാഴ്ച എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള EDയുടെ കടുത്ത ചോദ്യശരങ്ങൾ ഉയർന്നത്. ആ 8.5 മണിക്കൂർ വസതിക്കുള്ളിൽ സംഭവിച്ചത് എന്താണ്? ബുധനാഴ്ച പുലർച്ചെ 3 വാഹനങ്ങളിലായി ED സംഘം ബേക്കറി ജംഗ്ഷനിലെ ഈ വസതിയിലേക്ക് പാഞ്ഞു കയറി. വീടിനുള്ളിൽ പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണയും വീണയുടെ മകനും പരിശോധനയുമായി സഹകരിക്കുമ്പോൾ വരാന്തയിലും മുറ്റത്തും തോക്കേന്തിയ കേന്ദ്രസേന ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. ED സംഘം എത്തിയ വിവരമറിഞ്ഞ് കനത്ത വെയിലിനെയും ഇടയ്ക്ക് പെയ്ത മഴയെയും അവഗണിച്ച് CPM നേതാക്കളും പ്രവർത്തകരും വൻതോതിൽ വസതിക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തി. ഗേറ്റ് പൂട്ടി കേന്ദ്രസേന കാവൽ നിന്നതോടുകൂടി വീടിന് മുന്നിൽ കാത്തിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളി ആരംഭിച്ചു. 9 മണിയോടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും V ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കൾ എത്തിയതോടെ അണികളിൽ പ്രതിഷേധിക്കാനുള്ള ഊർജവും ഏറി. പൊതുജനങ്ങളും എത്തിയതോടുകൂടി ബേക്കറി ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ച പോലീസിന് ഈ റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായി തടയേണ്ടി വന്നു. എങ്കിലും ഊടുവഴികളിലൂടെ ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. വീടിനുള്ളിൽ പിണറായിയെയും മകളെയും മൊഴിയെടുക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നതോടുകൂടി പുറത്തുനിന്ന പ്രവർത്തകർ അക്രമാസക്തരായി. അവർ ആക്രോശിച്ചുകൊണ്ട് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയും കല്ലും കുപ്പിയും ചെരുപ്പുകളും ഒക്കെ വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സമീപത്തെ വീടുകളുടെ മട്ടുപ്പാവിൽ പരിസരവാസികളും ഈ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ നിരന്നിരുന്നു. ഇത്രയും വലിയ കൂട്ടത്തെ നേരിടാനുള്ള പോലീസ് സേന പുറത്തുണ്ടായിരുന്നില്ല. ED സംഘം പുറത്തേക്കിറങ്ങിയാൽ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന പ്രതീതി ഉണ്ടായിരുന്നിട്ടും കൂടുതൽ പോലീസ് സേന എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ആക്രമണം അഴിച്ചുവിട്ടാണ് CPM മുന്നോട്ട് വന്നത്. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട ഉദ്യോഗഭരിതമായ കാത്തിരിപ്പിനൊടുവിൽ വൈകുന്നേരം 3 മണിയോടെ വസതിയുടെ മുൻവാതിൽ തുറന്നു. പുറത്ത് ആർപ്പുവിളികളും പ്രതിഷേധവും പാരമ്യത്തിലെത്തിയ നിമിഷമായിരുന്നു അത്. ഗേറ്റ് കടന്ന് EDയുടെ വാഹനങ്ങൾ പുറത്തേക്കിറങ്ങിയതോടെ അക്രമാസക്തരായ CPM പ്രവർത്തകർ വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. നിമിഷങ്ങൾക്കകം ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകളുടെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ തകർക്കപ്പെട്ടു. തകർന്ന ഭാഗം വഴി കൈകൾ അകത്തേക്കിട്ട് ED ഉദ്യോഗസ്ഥരെ നേരിട്ട് ആക്രമിക്കാനും ശ്രമമുണ്ടായി. ഈ സമയം അത്രയും ആക്രമികളെ തടയാൻ കാര്യമായ ഇടപെടലുകളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ED സംഘത്തിന്റെ വാഹനങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് MV ഗോവിന്ദൻ ഉള്ളിലേക്ക് കടന്നത്. അല്പസമയത്തിനകം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരത്തോടുകൂടിയാണ് ആ 8.5 മണിക്കൂർ നീണ്ട ആകാംക്ഷയ്ക്ക് താൽക്കാലിക വിരാമമായത്. തൊട്ടടുത്ത ദിവസം വരെ കോടതിയിൽ നിന്നും നിയമപരിരക്ഷ നേടിയിരുന്ന സുരക്ഷിതമായിരുന്ന ഈ വാടക കൊട്ടാരത്തിന്റെ കവാടങ്ങൾ ഹൈക്കോടതി വിധി വന്നതോടുകൂടി ഒരൊറ്റ രാത്രി കൊണ്ട് EDക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാന ചർച്ചകൾ ഈ ബേക്കറി ജംഗ്ഷനിലെ വസതിയെ ചുറ്റിപ്പറ്റിയായിരിക്കുമെന്നതിൽ തർക്കമില്ല.